ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ശ്രീ മഹാദേവി നമോ നമ. അങ്ങനെ നമ്മള് 18ാമത്തെ അധ്യായത്തിലെ ഹൈഹേ ചരിതം എന്ന കഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതെന്താന്ന് വെച്ചെന്താ പറയുന്നത് വെച്ചാല്, ഇങ്ങനെ ഹരി ശപിച്ചുവല്ലോ. ഹരി എന്ന് പറഞ്ഞാല് ഭഗവാൻ മഹാവിഷ്ണു. ആ സിന്ധുജ ഏതു വിധമാണ് പെൺകുതിരയായത് എന്ന്. രേവന്തൻ പിന്നീട് എന്താണ് ചെയ്തത് എന്ന്. സിന്ധുജ പറഞ്ഞാല് മഹാവിഷ്ണു ശപിച്ചിട്ട് മഹാലക്ഷ്മി പെൺകുതിരയായില്ലേ. അങ്ങനെ ഈ രേവന്തൻ പറഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്തത് ചോദിക്കുന്നു. ആ ദേവി അശ്വമായിട്ട് ഏത് ദേശത്താണ് ജനിച്ചത് എന്ന് ചോദിക്കുന്നു. വിരഹാർത്തിയായി വാഴുകയും ചെയ്തില്ലേ. പതിയെ പിരിഞ്ഞ് എത്ര കാലമാണ് രമ ഇങ്ങനെ ജീവിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് ഭഗവാനുമായി സംഗമം എപ്പോഴാണ് ഉണ്ടായത്, ഭഗവാനെ വേർപിരിഞ്ഞിട്ട് എങ്ങനെയാണ് ലക്ഷ്മിക്ക് പുത്രൻ ഉണ്ടായതെന്നൊക്കെ അറിയണം. പരിപാവനവും കർണങ്ങൾക്ക് മാധുര്യത്തെ തരുന്നതും സുവ്യക്തവുമായ ആ കഥ ഞാൻ പറഞ്ഞു തരാം. ഹരിയാൽ ശ്രീലക്ഷ്മി ശപിക്കപ്പെട്ടത് കണ്ടപ്പോൾ രേവന്തൻ ഭയപ്പെട്ട് ഭഗവാനെ നമസ്കരിച്ച് വേഗം സ്ഥലം വിട്ടു. അപ്പൊ അവിടുന്ന് പോയി. സ്വന്തം പത്നിനെ തന്നെ ശപിച്ചില്ലേ, പിന്നെ എനക്കഞ്ഞ് നിൽക്കാൻ ഏകായില്ല വിചാരിച്ചു. ഈ ദേവദേവൻ കോപിച്ചതും ശ്രീലക്ഷ്മി കിട്ടിയ ശാപവാർത്തയെ കുറിച്ചും ഭാസ്കരനന്ദനൻ പിതാവിനെ അറിയിച്ചു. രമ ജഗത്പതിയെ ബന്ധിച്ച് അനുവാദം വാങ്ങി ദുഃഖാർത്തയായി മർത്യലോകത്തേക്ക് പോവുകയും ചെയ്തു. സൂര്യപത്നി പണ്ട് തപസ് ചെയ്ത സ്ഥലത്ത് ലക്ഷ്മി പെൺകുതിരയുടെ രൂപത്തിൽ എത്തിച്ചേർന്നു. സുവർണാക്ഷത്തിന്റെ വടക്കുഭാഗത്തായി ആകാശം മുട്ടി നിൽക്കുന്ന വൻ മരങ്ങളുള്ള കാട്ടിൽ കാളിന്തി നദിയും തമസാ നദിയും സംഗമിക്കുന്ന മനോഹരമായ ഒരു പ്രദേശം. ആ പ്രദേശത്താണ് മഹാലക്ഷ്മി കുതിരയായി കൈലാസവാസിയായ മഹാദേവനെ തപസ് ചെയ്യാൻ തുടങ്ങിയത്. 10 കൈകളും 5 മുഖങ്ങളും കർപ്പൂരഗൗര നിറവും ത്രിനേത്രങ്ങളും നീലകണ്ഠനും പുലിത്തോലുടയാടയും മാനത്തോൽ ഉത്തരീയവും പാമ്പാകുന്ന പൂണുനൂലും ധരിച്ച അർദ്ധനാരീശ്വരനായ മഹാദേവനെ ലക്ഷ്മി ധ്യാനിക്കാൻ തുടങ്ങി. ദേവിയുടെ ധ്യാനത്തിൽ പ്രസന്നനായ മഹാദേവൻ ഉമയോടൊത്ത് പരിവാര സമേതം, ഒറ്റക്കൊന്നല്ല, കാളപ്പുറത്തെഴുന്നള്ളി. പെണ്ണശ്വമായി തപസ് ചെയ്യുന്ന മഹാലക്ഷ്മിയോട് മഹാദേവൻ ചോദിച്ചു, ശുഭേ, എന്തിനാണ് തപസ് ചെയ്യുന്നത്? സർവകാമങ്ങളെ പ്രദാനം ചെയ്യുന്നവനും അതുപോലെ തന്നെ ഭുക്തിയെയും മുക്തിയെയും നൽകുന്നവനും മംഗളസ്വരൂപനുമായ ലോകനാഥനെ ഭജിക്കാതെ എന്നെ ഭജിച്ചത് എന്തുകൊണ്ടാണ്? സ്ത്രീകൾക്ക് ഭർത്താവല്ലേ ദൈവം, അങ്ങനെയല്ലേ പറയുന്നത് വേദം. മനസ്സൊരിക്കലും മഞ്ഞനിലേക്ക് ചേരാൻ പാടില്ല. ഭർത്തൃ ശുശ്രൂഷയാണ് സ്ത്രീകൾക്ക് വിധിച്ചിട്ടുള്ളത്. ഭർത്താവ് ആരായാലും അവനെ സേവിക്കുന്നതേ നന്മയായി വരും. സർവരാലും പൂജ്യനാണല്ലോ നാരായണൻ. ഒരു സാധാരണ ഇങ്ങനെയുള്ളൊരു ഭർത്താവ് അല്ല, എല്ലാരും ബഹുമാനിക്കുന്ന, ലോകം തന്നെ മുഴുവനും ബഹുമാനിക്കുന്ന ആളുമാണ് ഈ ഭഗവാൻ നാരായണൻ. മഹാദേവന്റെ വാക്കുകൾ കേട്ട് ലക്ഷ്മി പറഞ്ഞു, ആശുതോഷ, എന്റെ ഭർത്താവ് എന്നെ ശപിച്ചു, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആയി. ആ ശാപത്തിൽ നിന്ന് എനിക്ക് മോചനം ഉണ്ടാക്കി തരണം. ഞാൻ കരഞ്ഞപേക്ഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോൾ നിനക്ക് എനിക്ക് സമനായ ഒരു പുത്രൻ ഉണ്ടാകുന്നുവോ അന്ന് നീ എന്റെ സമീപത്ത് എത്തിച്ചേർന്ന് വൈകുണ്ഠവാസവും അനുഭവിക്കാമെന്ന്. അതുകൊണ്ടാണ് ഈ തപോഭൂമിയിൽ വന്ന് ഞാൻ അങ്ങയെ ധ്യാനിച്ച് തപസ് ചെയ്യുന്നത്. ഭഗവാനെ, പതിസംഗമമില്ലാതെ എങ്ങനെ പുത്രൻ ഉണ്ടാകും അതും എനിക്കറിയില്ല. ഈ കാന്തയെയും ഉപേക്ഷിച്ച് ഹരി അവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. അങ്ങ് തുഷ്ടനായെങ്കിൽ എനിക്ക് വരണ്ടെന്നാലും. അങ്ങയും ഹരിയും ഭേദമില്ലെന്ന് ഹരി തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഭർത്താവ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ രണ്ടാളും ഒന്നാണ്, വേറെ വേറെ ഇല്ലാന്ന്. നീ തന്നെ അവനും, അവൻ തന്നെ നീയും, അതിലൊരു സംശയവും എനിക്കുമില്ല. നിങ്ങൾ രണ്ടാളും ഒന്നാണെന്ന് കണ്ടിട്ട് തന്നെയാണ് ഞാൻ അങ്ങയെ ഭജിക്കുന്നത്. രണ്ടായി കണ്ടിരുന്നെങ്കിൽ എനിക്ക് ദോഷം സംഭവിക്കും. മഹാദേവൻ ചോദിക്കുന്നു, അപ്പോ ഞാനും ഹരിയും ഒന്നാണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി അബ്ദിജേ? മഹാലക്ഷ്മി, ഈ സത്യം അറിയാത്ത ഋഷികളും സ്വരന്മാരും വേദജ്ഞരായ ജ്ഞാനികളും എപ്പോഴും തർക്കത്തിൽ കഴിയുകയാണ്. ഒന്നാണോ രണ്ടാണോ, ഒന്നാണോ രണ്ടാണോ എന്ന് ചോദിച്ചിട്ട്. എന്റെ ഭക്തരിൽ ഹരിനിന്ദ ചെയ്യുന്നവരുണ്ട്, വിഷ്ണു ഭക്തന്മാരിൽ എന്നെ നിന്ദിക്കുന്നവരായും അനവധി ജനങ്ങളുണ്ട്. ഈ ഭാവം കലികാലത്ത് കാലദോഷത്താൽ സംഭവിച്ചതാണ്. പുണ്യാത്മാക്കൾക്കും കൂടി അറിയാത്ത ഈ രഹസ്യം ദേവിക്ക് എങ്ങനെ മനസ്സിലായി?
ദുർലഭം ചിലർക്ക് മാത്രമേ ഞങ്ങളുടെ ഏകഭാവത്തെ അറിയുകയുള്ളൂ കേട്ടോ. ശംഭു ഇപ്രകാരം പറഞ്ഞപ്പോൾ ഹരിവല്ലഭ താൻ മനസ്സിലാക്കിയ വാസ്തവം ആദരപൂർവ്വം മഹാദേവനോട് പറയുവാൻ തുടങ്ങി. മഹേശ്വര, ഒരു ദിവസം ദേവദേവേശനായ മഹാവിഷ്ണു എന്റെ ഭർത്താവ് പത്മാസനസ്ഥനായി വിജനത്തിൽ ധ്യാനനിഷ്ഠനായിരിക്കുന്നത് കണ്ടു ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു. തപസ്സിൽ നിന്നുണർന്ന പ്രസന്ന ഭാവത്തിൽ ഇരിക്കുകയായിരുന്നു വിഷ്ണു. അന്നേരമാണ് ഞാൻ ചോദിച്ചത്, അല്ലാതെ തപസ് ഉണർത്താനൊന്നും ഞാൻ പോയിട്ടുമില്ല. ദേവദേവ, ജഗന്നാഥ, ബ്രഹ്മാദി ദേവന്മാരും ദൈത്യരും പാലാഴി കടഞ്ഞപ്പോൾ ഉത്ഭവിച്ചതല്ലേ ഞാൻ. ആരെ ഭർത്താവായി സ്വീകരിക്കണമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ദേവന്മാരെ ശ്രേഷ്ഠൻ അങ്ങാണെന്ന് മനസ്സിലാക്കി അങ്ങയെ വരിച്ചതല്ലേ ഞാൻ. കൈടഭാരെ, അങ്ങയുടെ പ്രിയതമേ എന്നോട് അവിടുത്തെ മനോഗതം പറഞ്ഞാലും എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, പ്രിയതമേ, ഏത് ദേവനെയാണ് ഞാൻ ധ്യാനിക്കുന്നതെന്ന് കേൾക്കുക. ഞാൻ ആശുതോഷനെയാണ് ധ്യാനിക്കുന്നത്. ആശുതോഷൻ എന്ന് പറഞ്ഞാല് പെട്ടെന്ന് സന്തോഷിക്കുന്ന ആള്. ആര്? മഹാദേവൻ. ഗിരിജാവതിയായ ശംഭു എന്നെയും ചില സമയങ്ങളിൽ ധ്യാനിക്കാറുണ്ട്. ഞാൻ ശിവന് പ്രാണപ്രിയനാണ്. അതുപോലെ തന്നെയാണ് എനിക്ക് ശിവനും. ഞങ്ങൾക്ക് തമ്മിലൊരു ഭേദവുമില്ല. എന്റെ ഭക്തൻ ശങ്കരനെ നിന്ദിച്ചാൽ അവന് നരകപ്രാപ്തിയാണ് ലാഭം. ഞാൻ രഹസ്യമായി ചോദിച്ചപ്പോൾ ജഗന്നാഥൻ എന്നോട് പറഞ്ഞതാണിത്. സുതാപതേ, വിഷ്ണുവിന് വളരെയധികം പ്രിയനാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അങ്ങയെ ധ്യാനിച്ചത്. എനിക്ക് പ്രിയസംഗമത്തിനുള്ള അനുഗ്രഹം അവിടുന്ന് തരണേന്ന് മഹാദേവനോട് നമ്മുടെ മഹാലക്ഷ്മി പറഞ്ഞു. അപ്പോ ലക്ഷ്മി ദേവിയുടെ വാക്കുകൾ കേട്ട് മഹാദേവൻ സാന്ത്വനോക്തികൾ കൊണ്ട് ദേവിയെ ആശ്വസിപ്പിച്ച് ഇപ്രകാരം പറഞ്ഞു. ഭദ്രേ, സ്വസ്ഥയായി വസിച്ചാലും നിന്റെ തപസ് കൊണ്ട് ഞാൻ സന്തുഷ്ടനായി. താമസിയാതെ പതിസംഗമം ഉണ്ടായി വരും. എന്റെ പ്രേരണ കൊണ്ട് വിഷ്ണു അശ്വമായി വന്ന് നിന്റെ അഭിലാഷം സാധിപ്പിക്കും. മതം കൊണ്ട് ചീർത്ത ഹയത്തിന്റെ രൂപം കൊണ്ട് ജനാർദ്ദനൻ നിന്നെ സമീപിക്കും. വിഷ്ണുവിന് സമനായി ഒരു പുത്രൻ ജനിക്കുകയും ചെയ്യും നിനക്ക്. അവൻ സർവരാലും പൂജ്യനായി തീരുകയും ചെയ്യും. ശുഭേ, പുത്രലബ്ധിക്കു ശേഷം വൈകുണ്ഠത്തിൽ പോയി വിഷ്ണുവിന്റെ പ്രിയപത്നിയായി വാഴുകാട്ടോ. ഏകവീരൻ എന്ന പേരായ നിന്റെ മകൻ ഹൈഹേകുലത്തെ അഭിവൃദ്ധി പ്രാപിപ്പിച്ച് ഭൂമിയിൽ ഖ്യാതി നേടും. നിന്റെ മനസ്സിൽ കുടികൊള്ളുന്ന ജഗദംബയെ നീ മറന്നുപോയത് കൊണ്ടാണ് ഇപ്രകാരം സംഭവിച്ചത് ദേവി. അതുകൊണ്ട് ദോഷശാക്തിക്കായി ഉള്ളിലിരിക്കുന്ന ദേവിയെ സർവാത്മനാ ശരണം പ്രാപിക്കൂ. പയോധിജയ്, അല്ലെങ്കിൽ ആ ഹയത്തിൽ മനസ്സാണ്ടു പോകുമോ? അങ്ങനെ ഒരു മായ വന്നത് കൊണ്ടല്ലേ ആ കുതിരനെ നോക്കിക്കൊണ്ട് നിൽക്ക. സ്വന്തം അന്യനാണത്. അത് നോക്കിക്കൊണ്ടൊന്നു പോയി. ഭഗവാൻ ശൈലജാവരൻ ലക്ഷ്മിക്ക് വരം നൽകി ശൈലജയോടുകൂടി അന്തർധാനം ചെയ്തു. ദേവദൈത്യന്മാർ നമസ്കരിക്കുമ്പോൾ അവരുടെ കിരീടത്തിലെ രക്തങ്ങളെ കൊണ്ട് ശോഭിക്കുന്ന പാതാരവിന്ദത്തിലെ മിന്നുന്ന നഖങ്ങളുള്ള ദേവിയെ ധ്യാനിച്ചും കൊണ്ട് ലക്ഷ്മി ദേവി ഗദ്ഗദാക്ഷരങ്ങളോടുകൂടി ദേവിയെ പ്രകീർത്തിച്ചും ഹയരൂപനായ സ്വകാന്തനെ പ്രതീക്ഷിച്ചും കാണും. അതിനാണ് ഈ ഹൈഹയ കഥ സമർപ്പിക്കുന്നത്. ഇനിയിപ്പോ എന്താന്ന്? ഹയത്തില് ഹരിയുടെ ജനനം. ആ ഭഗവാൻ ഇതിനു വേണ്ടിയിട്ടൊരു കുതിരയാവണ്ടിയും വന്നു. ഓ, പാവം തന്നെ നമ്മുടെ ഭഗവാൻ. ശ്രീ മഹാദേവന്റെ നമുക്ക് വരം നൽകിയതിനു ശേഷം ദേവന്മാരുടെയും അപ്സരസ്സുകളുടെയും അകമ്പടിയോടുകൂടി ഉമയോടും മറ്റു പരിവാരങ്ങളോടും കൂടി അദ്ദേഹം പോയി അദ്ദേഹത്തിന്റെ കൈലാസത്തിലേക്ക്. മഹാദേവൻ എന്ത് ചെയ്തു പറഞ്ഞ് ചിത്രരൂപൻ എന്ന പേരായ മിടുക്കനായ ഒരു ദൂതൻ ഉണ്ടായിരുന്നു. ആ ദൂതനെ ലക്ഷ്മിയുടെ അഭിലാഷപ്രാപ്തിക്കായി വൈകുണ്ഠത്തിലേക്ക് അയക്കാൻ വേണ്ടി വിളിച്ചു വരുത്തി ചിത്രരൂപന. എന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ രമാകാന്തനോട് അക്ഷരം തെറ്റാതെ പറയണം. അങ്ങയുടെ പത്നിയുടെ ദുഃഖത്തെ ഇല്ലാതാക്കൂ എന്ന് ഞാൻ പറഞ്ഞതായിട്ട് പറയണം എന്ന് പറഞ്ഞു. ഹരന്റെ ആജ്ഞപ്രകാരം ചിത്രരൂപൻ വൈകുണ്ഠത്തിലെത്തി. ഇലഞ്ഞി, ചമ്പകം, പാരിജാതം, മുല്ല തുടങ്ങിയ പൂവുകളുടെ വാസന കൊണ്ട് സുഗന്ധം കൊണ്ട് അവിടെ മാകെ മാറിയിരുന്നു. അങ്ങനെ വാരി വതറിയ പോലെ ആ സുഗന്ധം. മയിലുകൾ നൃത്തം ചെയ്യുന്നു, കുയിലുകൾ മധുരമായി പാടുന്നു. വാപീതടങ്ങളിൽ സ്വച്ഛസ്ഫടികമായ ജലത്തിൽ അരയന്നങ്ങൾ നീന്തിക്കളിക്കുന്നു. ആ കാഴ്ചകൾ നയനാനന്ദകരം തന്നെ കേട്ടോ. ഓരോ കെട്ടിടത്തിന്റെ ഗോപുരങ്ങളിലും കൊടിക്കൂറകൾ പാറിക്കളിക്കുന്നു, തോരണങ്ങൾ ചാർത്തിയിരിക്കുന്നു.
മണിമേടകളിൽ നിന്ന് നൃത്തത്തിന്റെയും സംഗീതത്തിന്റെയും താളനിബദ്ധമായ ശബ്ദം അലയടിച്ചു വരുന്നു. പോരെ, എന്തു വേണം? മനസ്സിനെ കുളിർപ്പിക്കുന്ന കാഴ്ചകൾ കൊണ്ട് ചിത്രരൂപൻ വിഷ്ണുവിന്റെ പത്തനത്തിൽ ഗോപുരവാതിക്കലെത്തി. അവിടെ ഉണ്ടല്ലോ രണ്ടുപേര് കാവൽ നിൽക്കുന്നത്, ജയനും വിജയനും. അവര് ചൂരക്കോലുമായിട്ടാണ് നിൽക്കുന്നത്. അവരെ വന്ദിച്ചുകൊണ്ട് ചിത്രരൂപൻ പറഞ്ഞു, ദ്വാരപാലകന്മാരെ, ശിവന്റെ സന്ദേശവുമായി ഒരു ദൂതൻ പരമാത്മാവിനെ കാണാൻ കാത്തു നിൽക്കുന്നുണ്ടെന്ന് അറിയിച്ചാലും എന്ന് പറഞ്ഞു. അപ്പൊ ദൂതന്റെ വാക്കുകൾ കേട്ടിട്ട് ഈ ബുദ്ധിമാനായ ജയനുണ്ടല്ലോ വേഗം വിഷ്ണുവിന്റെ സമീപത്തെത്തി കാര്യങ്ങൾ ഉണർത്തിച്ചു. എന്തു പറഞ്ഞു? ദേവദേവാ, രമാകാന്ത, ഗോപുരവാതിക്കൽ ശ്രീ മഹാദേവന്റെ സന്ദേശവാഹകൻ കാത്തു നിൽപ്പുണ്ട്, കൂട്ടിക്കൊണ്ടുവരണോ എന്ന് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. ദൂതന്റെ പേര് ചിത്രരൂപൻ എന്നാണ് എന്നും പറഞ്ഞു. കാര്യത്തിന്റെ ഗൗരവം എനിക്ക് അറിയാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും ഹരിക്ക് കാര്യം മനസ്സിലായി. ദൂതനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. ജയൻ ദൂതനെ വിഷ്ണുവിന്റെ അടുത്തെത്തിച്ചു. ആജാനബാഹുവായ ചിത്രരൂപൻ വിഷ്ണുവിന്റെ കാൽക്കൽ നമസ്കരിച്ച് കൈകൂപ്പി നിന്നു. വിനീതനായി നിൽക്കുന്ന ശിവദൂതനെ കണ്ടിട്ട് അത്ഭുതത്തോടുകൂടി ചിരിച്ചുകൊണ്ട് ഒന്നറിയാത്തതുപോലെ ആ ഭഗവാൻ ചോദിച്ചു, ശ്രീശങ്കരനും കുടുംബത്തിന് സൗഖ്യമല്ലേടോ? ശിവഭഗവാൻ അങ്ങ് ഇങ്ങോട്ടേക്ക് അയക്കാൻ എന്താണ് കാരണം? ദേവന്മാർക്ക് വല്ലതും സാധിക്കേണ്ടതായിട്ടുണ്ടോ? അങ്ങനെയുള്ള സമയത്താണല്ലോ സാധാരണ എന്നെ കാണാൻ വരുന്നത്. ഹരിയുടെ വാക്കുകൾ കേട്ട് ദൂതൻ പറഞ്ഞു, ഭഗവാൻ, അങ്ങക്ക് അറിയാത്തതായിട്ട് എന്താണുള്ളത്? ഒന്നുമില്ലല്ലോ. എന്നാലും മഹാദേവൻ പറഞ്ഞ കാര്യം ഞാൻ അറിയിക്കാം. അങ്ങയുടെ പ്രിയപത്നി കാളിന്തി നദിയുടെയും തമസാ നദിയുടെയും സംഗമസ്ഥാനത്ത് ഗംഭീരമായ തപസ് ചെയ്യുന്നുണ്ട്. സർവസിദ്ധിതയായ ആ ദേവി പെൺകുതിരയുടെ രൂപത്തിലാണ് ഉള്ളതിപ്പോ. ദേവന്മാരും യക്ഷകിന്നര ഗന്ധർവന്മാരും പൂജിക്കുന്ന ആ മഹാലക്ഷ്മി ഇല്ലാതെ ആർക്കാണ് ഇവിടെ സുഖം? തന്റെ ധർമ്മപത്നി ദുഃഖം അനുഭവിക്കുമ്പോൾ അങ്ങക്ക് എങ്ങനെയാണ് സുഖം ലഭിക്കുന്നത്? അവൾ ദുഃഖിക്കുന്നത് കണ്ടാൽ ശത്രുക്കൾ കൂടിയും അങ്ങേ ലക്ഷ്മീഹീനൻ എന്ന് പറയില്ലേ? സൗഭാഗ്യദേവതയായ ആ ദേവിയെ അങ്ങയുടെ സമീപത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നാലും എന്ന് പറയാനാണ് എന്നെ അയച്ചത് എന്ന് പറഞ്ഞു. ക്ഷേത്രത്തിൽ എന്റെ പത്നി ദേഹത്യാഗം ചെയ്തത് കൊണ്ട് ഞാൻ എത്രമാത്രം ദുഃഖം അനുഭവിച്ചു എന്നറിയോ? ഈ പ്രപഞ്ചത്തിൽ എന്നെ പോലെ ദുഃഖം ആർക്കും ഉണ്ടാകരുത്. എന്റെ ഹൃദയം വിരഹാഗ്നിയിൽ നീറിയത് ഞാൻ ഓർത്തുപോയി. ആ വരാങ്കനയെ ആശ്വസിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവന്നാലും. മഹാദേവൻ പറയുകയാണ്, അശ്വരൂപം ധരിച്ച് ആ തന്യുമായി രമിച്ച് പുത്രനെയും ജനിപ്പിച്ചു കൊണ്ടുവന്നാലും പ്രഭു എന്ന് മഹാദേവൻ പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ചിത്രരൂപന്റെ വാക്കുകൾ കേട്ട് മധുസൂദനൻ ദൂതൻ പോയതിനു ശേഷം സുന്ദരനായ അശ്വത്തിന്റെ രൂപമെടുത്ത് ആഴിമകൾ തപസ് ചെയ്യുന്ന ദേശത്തിലെത്തി. ഭയരൂപത്തിൽ വന്ന കാന്തനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി കേട്ടോ. മരാർത്ഥരായവർ പരസ്പരം ആലിംഗനം ചെയ്തു. ഹൈയായ ഹരിവല്ലഭ, ഹൈ എന്ന് പറഞ്ഞാൽ പെൺകുതിര, ഗർഭം ധരിച്ചു. സമയമായപ്പോൾ ലക്ഷ്മി സുന്ദരനായ ഒരു പുത്രന് ജന്മം നൽകി. അപ്പം ഭഗവാൻ പറഞ്ഞു, ദേവി, ഇനി അശ്വരൂപത്തെ വെടിഞ്ഞ പൂർവ്വരൂപം ധരിച്ചാലും ഇനി നമുക്ക് വൈകുണ്ഠത്തിലേക്ക് പോകാട്ടോ. ഈ പുത്രൻ ഇവിടെ തന്നെ നിൽക്കട്ടെ. ഭഗവാന്റെ വാക്കുകൾ കേട്ട് ദേവി പറഞ്ഞു, ഞാൻ പ്രസവിച്ച ഈ കുട്ടിയെ ഉപേക്ഷിച്ച് ഞാൻ എങ്ങനെ വരും ദേവ? പുത്രവാത്സല്യം വിടാൻ ബുദ്ധിമുട്ടാണ്. ഒന്നിനും കഴിയാത്ത ഈ പിഞ്ചു കുഞ്ഞിനെ, അയ്യോ കഷ്ടം. ഈ ആറ്റിൻ തീരത്ത് ഉപേക്ഷിച്ചാൽ പിന്നെ ആ കുഞ്ഞിന്റെ ഗതി എന്താവും ഭഗവാനെ? യാത്രയാവാൻ ഒരുങ്ങിയ ഭഗവാനോട് ലക്ഷ്മി വീണ്ടും പറഞ്ഞു, മകനും ഒപ്പം പോരട്ടെ. അവന് വിട്ടുപോരാൻ ഞാൻ അശക്തിയാണ്. എനിക്ക് വയ്യ, എന്റെ ഉണ്ണിയല്ലേ. അങ്ങയുടെ സൗന്ദര്യത്തിനോട് കിടപിടിക്കുന്ന സുന്ദരനായ പുത്രൻ എന്റെ പ്രാണനല്ലേ മധുസൂദന. അവനെ നമുക്ക് വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, പ്രിയ, ഇനി ഒട്ടും ഖേദിക്കണ്ട കേട്ടോ. ഈ കുമാരനെ രക്ഷിക്കാനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. അവനിവിടെ തന്നെ നിൽക്കട്ടെ. ഇവനെ കൂടെ കൊണ്ടുപോവാത്തതിന്റെ കാരണം ഞാൻ പറയാം. ജയാദിയുടെ മകനായ തുർവസു എന്ന പേരുള്ള കീർത്തിമാൻ ഇവിടെ താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അച്ഛനിട്ട പേര് ഹരിശർമാവ് എന്നാണ്. അദ്ദേഹം ഈ പുണ്യതീർത്ഥക്കരയിൽ പുത്രാർത്ഥയെ തപസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ജനിപ്പിച്ചതാണ് ഈ കുമാരനെ. അവിടെ ചെന്ന് ഞാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നുണ്ട്. എന്ത്?
ആ പുത്രനായ അദ്ദേഹത്തിന് ഈ പുത്രനെ നൽകാൻ ദേവി, ഈ ബാലനെ അദ്ദേഹം സ്വഗൃഹത്തിലേക്ക് കൊണ്ടുപോയിക്കൊള്ളും. അത് കേട്ടപ്പോ മഹാലക്ഷ്മിക്ക് ആശ്വാസവും പുത്രൻ സംരക്ഷണം നൽകി മാധവൻ രമയോടൊത്ത് ശ്രേഷ്ഠമായ വിമാനത്തിൽ സ്വധാമത്തിലേക്ക് എഴുന്നള്ളി എന്ന ആ ഒരു ഭാഗത്തോടു കൂടി ഈ ലക്ഷ്മി ശാപമോക്ഷം എന്ന 19-ാം അധ്യായം ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ചു. ഇനി നമുക്ക് ബാക്കി നാളെ പറയാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.